Welcome to my today's recipe. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ നമുക്ക് തുടങ്ങാം. മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു ചെറിയ പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വയ്ക്കാം. ഒത്തിരി ചെറുതാക്കണ്ട. ഇനി ഒരു അരക്കപ്പ് ചെറുപയർ എടുത്തു. വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നൊന്നുമില്ല, കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുക്കറിലേക്ക് ഞാനിപ്പോൾ ചെറുപയർ ഒരു 3-4 തവണ വാഷ് ചെയ്ത ശേഷം ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് മത്തങ്ങ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തതും കൂടി ഇടാം. 1.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെയാണ് വെക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നവരെ വയ്ക്കാം. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അരമുറി തേങ്ങ വേണം ഈ കറിയിലേക്ക്. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു 3 വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. ഈ അരച്ചെടുക്കുന്ന തേങ്ങയിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കറിയിൽ ചേർത്തതാണ്. എന്നാലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നാക്കി പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പം കുക്കറിൽ 3 വിസിൽ വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൽ എയർ പോകുന്ന സമയം കൊണ്ട് എരിശ്ശേരിയിലേക്ക് ആവശ്യമായ വറവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. എരിശ്ശേരി കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. ഞാനിപ്പം ഏകദേശം ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. കറി വറവിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി വേണം. ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ കുക്കറിലെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ചെറുപയറും മത്തനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നിങ്ങൾക്കിതൊരു കറി പോലെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഞാനിപ്പം സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ രീതിയിൽ കുറച്ച് തിക്കായിട്ടാണ് ചെയ്യുന്നത്. കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് പയർ. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇപ്പം കറി നന്നായി തിളച്ചിട്ടുണ്ട്. ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഈ കറി കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇത് ഓഫാക്കുകയാണ്. മറ്റൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുകയാണ്. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഈ വറുത്ത് ചേർക്കുന്ന തേങ്ങയുടെ അളവ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. തേങ്ങ എത്രയും വറുത്ത് ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു എരിശ്ശേരിക്ക്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു ബ്രൗൺ കളറാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും മത്തനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി ഇപ്പം ഇവിടെ റെഡിയാണ്. അപ്പം ഇനി മറ്റൊരു ഈസി റെസിപ്പിയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.